ഏതൊരു സംരംഭമായാലും നമ്മൾ വിചാരിക്കുന്ന ലാഭം അതിൽ വന്നില്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് അതിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ദിവസമാണെന്ന്. സ്നേഹിതൻ അമലിൻ്റെ പന്നി വളർത്തൽ കേന്ദ്രവും അവൻ്റെ ഒരു ദിവസത്തെ ജോലികളുമാണ് ഞാൻ അന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീടിനടുത്ത് നിന്ന് മാറി 10 കിലോമീറ്റർ അകലെയുള്ള ടൗണിൽ നിന്നാണ് അമൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ടൗണിലെ ഹോട്ടലാകുമ്പോൾ എല്ലാ ദിവസവും തുറക്കുകയും പന്നികൾക്ക് ഫുഡിന് ക്ഷാമം വരികയുമില്ല. ചെറിയ ചെറിയ ഡ്രമ്മൊക്കെ ഞാനും എടുത്ത് അവനെ സഹായിക്കാൻ തുടങ്ങി. വടക്കഞ്ചേരി ടൗണിൽ എൻ്റെതടക്കം 6-7 ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വേസ്റ്റ് കളക്ട് ചെയ്തു. ഈ ഹോട്ടൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ, മന്തി, ബീഫ്, ചോറ്, വാഴയില, അങ്ങനെ എല്ലാ തരം ഐറ്റങ്ങളും അതിൽ പെടും. മധുരമുള്ള ബേക്കറി സാധനങ്ങളാണ് പന്നികൾക്ക് ഏറ്റവും പ്രിയം. 6:30 വീട്ടിൽ നിന്നിറങ്ങി എല്ലാ വേസ്റ്റ് കളക്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോഴേക്കും സമയം 9 മണിയാവും. മലയോര മേഖലയിലാണ് അമലിൻ്റെ വീട്. പോകുന്ന വഴികളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. തിരിച്ചവിടെ എത്തുമ്പോഴേക്കും പന്നികളെല്ലാം വിശന്നിരിക്കുകയായിരുന്നു. ഈ പന്നികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. കൈ കിട്ടിയ വിശന്നു കഴിഞ്ഞാൽ എന്തും തിന്നും. കൂട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞത് ശബ്ദമുണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ ബാക്ക് അവർ കൊണ്ടുപോകും. വിശന്ന ഈ പന്നിക്ക് പ്രാന്താണ് പറയുന്നത് വെറുതെയല്ല. വിശപ്പ് സഹിക്കാത്ത ഒരു ജീവിയാണ് പന്നി. 80 കിലോഗ്രാം കഴിഞ്ഞ ഒരു പന്നിക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭക്ഷണം കൊടുക്കുകയുള്ളൂ. അല്ലാത്ത പന്നികൾക്ക്, അതിൽ താഴെയുള്ള പന്നികൾക്ക് ദിവസത്തിൽ 2 നേരം ഭക്ഷണം കൊടുക്കും. ഈ കാണുന്ന അമൽ നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല എന്ന് എനിക്ക് അവൻ്റെ വീട്ടിൽ കാലുകുത്തിയപ്പോൾ തന്നെ മനസ്സിലായി. പന്നി കൂടാതെ മാട്, കോഴി, മീൻ കൃഷി ഇതും അമലിൻ്റെ കയ്യിലുണ്ട്. നട്ടർ, ഫിലോപ്പി, കട്ട്ല ഈ 3 മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത്. ആവശ്യക്കാർക്ക് ചൂണ്ടയിട്ട് പിടിച്ചു കൊടുക്കാറാണ് പതിവ്. ഇതാണ് അമലിൻ്റെ ഒരു ദിവസം. ഓക്കെ, ബൈ.